നമ്മൾ സൂംബയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് പോയി. ആ സൂംബയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പോയിട്ട് ഞങ്ങൾ കേൾക്കേണ്ടി വന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കേണ്ടി വന്ന ഒരു വിഷയം, നിങ്ങളിത് കേൾക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ മെറിറ്റിന് നമുക്ക് വേണമെങ്കിൽ വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഒരു വിഷയം എന്താ, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരും മനസ്സിൽ വേണ്ടത് സൂംബനെ കുറിച്ചുള്ള ചർച്ചയാണ് കേട്ടോ. എന്താ പറയുന്നത് കേട്ടോ. ഇവിടെ കേരളത്തിലൊരു വാദം എന്താണ്, വിവാഹപ്രായം 18 വയസ്സിൽ നിന്ന് 15 ആക്കണം എന്നാണ് പുരോഹിതന്മാർ പറയുന്നത്. എന്താ ആരാ പറയുന്നത്? പെൺകുട്ടികളല്ല പറയുന്നത്. അപ്പോൾ അതുപോലെ ക്രിസ്ത്യൻ പൗരോഹിത്യം ഇപ്പോൾ പറയുന്നത് എന്താ, സന്താന നിയന്ത്രണം പാടില്ല. കേരളത്തിലെ സ്ത്രീകൾക്ക് മോചനം കൊടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം സന്താന നിയന്ത്രണമാണ്. അത് പാടില്ല. കൂടുതൽ പ്രസവിക്കുന്ന കുടുംബത്തിന് സമ്മാനം കൊടുക്കാൻ നടക്കുകയാണ് കത്തോലിക്ക പുരോഹിതന്മാർ, ആളെണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. അത് മുസ്ലിം പൗരോഹിത്യം നേരത്തെ ഉള്ളതാണ്. സന്താന നിയന്ത്രണം അവരെതിരാണ്. 1970 എന്തൊരു ബഹളമായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിൽ നിന്ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അതൊക്കെ ഇപ്പോൾ പോയി. ഇത് സൂംബയും തമ്മിൽ എന്താ ബന്ധം? സന്താന നിയന്ത്രണവും സൂംബയും തമ്മിൽ എന്താ ബന്ധം? ഇതിന് കേൾക്കേണ്ടി വരികയാണേ. ഇതിൽ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ, സൂംബയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോയിട്ട് സൂംബനെ കുറിച്ച് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അപ്പം ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേൽ ഇടപെടും. എല്ലാവരും അല്ല, ചില ആളുകളെങ്കിലും പെട്ടെന്ന് ഇടപെട്ട് അതൊന്നും പൂർത്തിയാക്കാൻ പോലും സംഭവിക്കില്ല. ഇവിടെ സന്താന നിയന്ത്രണത്തിൻ്റെ കഥയും അത് ക്രൈസ്തവ പൗരോഹിത്യം എങ്ങനെ എടുത്തു, മുസ്ലിം പൗരോഹിത്യം എങ്ങനെ എടുത്തു, അങ്ങനെ ഇങ്ങനെ എല്ലാ കഥകളും ഇങ്ങനെ ഇരുന്ന് കേൾക്കുക. അതിൽ ഇതിനിടയിൽ ഇത് സൂംബനെ കുറിച്ചാണ് കേട്ടോ ചർച്ച എന്ന് ഓർമ്മിപ്പിക്കാനെങ്കിലും ഒന്ന് ഇടപെടും. അതുമില്ല. ഇതിൽ വേറൊരു വിഷയം എന്താ വെച്ചാൽ, ഇത് പറയുന്ന ബുദ്ധിജീവികളാണെങ്കിലും അവർ വലിയ രൂപത്തിലുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റികളൊക്കെ ഉള്ള ആളുകളാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 20-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത അല്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ പുറത്തു വരാത്തതിൻ്റെ ഒരു പ്രശ്നം അവരുടെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും ഉണ്ട്. ഇവരിപ്പോഴും സന്താന നിയന്ത്രണത്തിൻ്റെ പ്രശ്നം അതിൻ്റെ മാഹാത്മ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകം ഇപ്പോൾ ഈ പോപ്പുലേഷൻ ക്രൈസിസ് എന്ന് പറഞ്ഞുകൊണ്ട്, മുമ്പൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നത് പോപ്പുലേഷൻ കൂടിയാലുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ, മാൽത്തൂസിൻ്റെ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോപ്പുലേഷൻ കൊളാപ്സിനെ പറ്റിയാണ്. അതായത് പോപ്പുലേഷൻ കുറഞ്ഞു വന്ന് ആവറേജ് ഏജ് കുറഞ്ഞു വന്ന് ഒരു നരക്കുന്ന സൊസൈറ്റി ഉണ്ടായി, പ്രൊഡക്റ്റീവ് അല്ലാത്ത സൊസൈറ്റി ഉണ്ടാകുന്നു എന്നും അതുകൊണ്ട് തന്നെ സന്താനങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടണം എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചൈനയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ നിരന്തരമായി കൊണ്ട് അതിനുവേണ്ടി ഇൻസെൻറ്റീവുകൾ പോലും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇയാൾ സന്താന നിയന്ത്രണത്തിൻ്റെ മഹാത്മ്യം പറയുന്നത്. അപ്ഡേറ്റഡ് ആവാത്തതിന് കുഴപ്പമായിരിക്കും, നമ്മളതിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ അതൊക്കെ എടുത്തിട്ട് സൂംബയിൽ പറയേണ്ടത് കാര്യമുള്ളത്. പിന്നെ വേറെ ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തു. ഞാനിങ്ങനെ ഒരു പ്രായമുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കഥ കേൾക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അദ്ദേഹം കുട്ടിക്കാലത്തുള്ള കുറേ അനുഭവങ്ങളൊക്കെ പറയുന്നു. ഇതിനൊക്കെ സൂംബയായിട്ട് എന്താ ബന്ധം അറിയില്ല. ആ കഥ നമുക്ക് കേൾക്കാം. എൻ്റെ കുട്ടിക്കാലത്ത് മദ്രസയിൽ അറിയോ, പെൺകുട്ടികൾക്ക്, ഞാൻ സുന്നി മദ്രസയിൽ പഠിച്ച ആളാണ്. ഞാൻ 1962 ഞാൻ 5ാം തരം പരീക്ഷ പാസ്സാകുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പാടില്ല. അപ്പോൾ 1985 40 കൊല്ലം മുമ്പ് ഫറോക്കിലൊരു പള്ളിയിലെ ഇമാമിന് ജോലി നഷ്ടപ്പെട്ടത്. അപ്പോൾ കുട്ടിക്കാലത്തുള്ള എഴുത്തിൻ്റെ കഥയും അതുപോലെ തന്നെ മദ്രസയിലുള്ള കഥയ്ക്ക് ഇങ്ങനെ പറയാം. ഇതൊരു സൂംബയായിട്ട് എന്താ ബന്ധം? സൂംബയായിട്ട് ഇതും കുട്ടിക്കാലത്തെ കഥയും തമ്മിൽ എന്താ ബന്ധം? അത് ചോദിക്കാൻ പോലും ആങ്കർ തയ്യാറാവുന്നില്ല. എന്നിട്ടോ ഞങ്ങൾ തിരിച്ചു പറയാണ്, ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഫിഖ് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇവിടെ കേരളീയ പൊതുസമൂഹത്തിൽ എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ മുസ്ലിം സമൂഹത്തിൽ അത് പഠിപ്പിച്ചത് ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോഴത്തേക്ക് ഇടപെടും. അത് പറയാൻ പാടില്ല. മറ്റേ കഥക്ക് ഇരുന്ന് കേൾക്കുക. ഇത് ഒരാൾ മാത്രമല്ല കേട്ടോ, ഒരു ചർച്ചയിൽ മാത്രമല്ല, ഇത് നിരന്തരമായിട്ട് കാണാൻ.